നമസ്കാരം. നമസ്തേ. ആധുനിക ലോകത്ത് ഈ പറഞ്ഞ പോലെ യുദ്ധത്തിൻ്റെ രംഗത്തോട്ട് വരുമ്പം ഈ ചാര സാറ്റലൈറ്റുകൾ വളരെയേറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇപ്പം നമുക്ക് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരമനുസരിച്ച് ഇന്ത്യ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു. അത് സ്വകാര്യ കമ്പനികളിലൂടെയാണ് വിക്ഷേപിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, റേഡിയോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഏതൊരു റേഡിയോയും ഇതിന് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതും എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഈ ആധുനിക ലോക യുദ്ധത്ത് ഇത് എങ്ങനെയൊക്കെ ഉപകാരപ്പെടും? ഇന്നത്തെ യുദ്ധങ്ങളിൽ ഇന്റലിജൻസ് സർവൈലൻസ് റെക്കോണിസൻസ് ISR എന്ന് പറയുന്ന ഒരു പദമുണ്ട്, ഒരു ഷോർട്ട് ഫോം. അതായത് ശത്രുവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് യുദ്ധത്തിലെ ആയുധങ്ങളെ പോലെ തന്നെ നിർണായകമാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്. ഇതിന് പല സംവിധാനങ്ങളുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതുപോലെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോകൾ മാത്രമല്ല, ഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏതൊരു റേഡിയോ തരംഗവും ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഉപകരണത്തിന്റെ കൃത്യമായ ഒരു നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന പോലെ ഓരോ ഉപകരണത്തിനും അതിൻ്റെതായ റേഡിയോ സിഗ്നേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഉപകരണത്തിന് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും. ഏതൊരു ഉപകരണത്തില് റേഡിയോ വേവ്സ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഉപകരണത്തിൻ്റെതായ പ്രത്യേകതകൾ ആ വേവിൽ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ പ്രതിഫലിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതൊരു അതിന്റെ ഒരു ഫിംഗർ പ്രിന്റാണ്. ഇത് വളരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ ഇന്ന് ഫോട്ടോകളോടൊപ്പം ഈ പറയുന്ന റേഡിയോ തരംഗങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്ന ഉപഗ്രഹങ്ങളും യുദ്ധത്തിൽ പ്രധാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഫോട്ടോ എടുക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഓപ്റ്റിക്കൽ ക്യാമറകളുണ്ട്, റഡാർ ക്യാമറകളുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മാസത്തിന് മുമ്പ് ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി ഇത് രണ്ടും കൂടി സംയോജിപ്പിക്കുന്ന, അതായത് സിന്തറ്റിക് അപ്പർച്ചർ റഡാറും ഓപ്റ്റോ ഇലക്ട്രോണിക്സ് ക്യാമറയും രണ്ടും ഒരേ ഉപഗ്രഹത്തിലുള്ള ഒരു പ്രൊജക്ട് ദൃഷ്ടി എന്നുള്ള പേരിട്ടിരിക്കുന്ന ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. ഇപ്പോഴ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് നമ്മളിപ്പോ ഈ പറഞ്ഞ ഇലക്ട്രോണിക് സിഗ്നലുകൾ പിടിച്ചെടുക്കുന്ന ഒരു ഉപഗ്രഹങ്ങളുടെ ഒരു കോൺസ്റ്റലേഷൻ, അതായത് ഒരു കൂട്ടം, ഇലക്ട്രോണിക്സ് ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആണ്. അങ്ങനെ ഒരു ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം നമുക്ക് വിക്ഷേപിക്കാനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. പക്ഷേ ഇത് ISRO കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. കാരണം ഇത്തരം നിരവധി ഉപഗ്രഹങ്ങൾ ഒരേ സമയം നിർമ്മിക്കണം. ഇത് വിക്ഷേപിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. PSLV പോലെ ലോ എർത്ത് ഓർബിറ്റ്, ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഓർബിറ്റിൽ ഇതുകൊണ്ട് എത്തിച്ചാൽ മതി. അതായത് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു ഈ LV-3 പോലുള്ള വലിയ ലോഞ്ച് വെഹിക്കിൾസിന്റെ ഒക്കെ ഉപയോഗം വേണ്ടി വരും. ഇത് ഒരു PSLV ഉപയോഗിച്ച് വിക്ഷേപിക്കാം. ഇത്തരം സാറ്റലൈറ്റുകൾ ആ മേഖല ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് ഇവിടെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിന് പറയുന്നത് ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഗ്യാതറിംഗ് സാറ്റലൈറ്റിന് അതിന്റെ ഒരു ചുരുക്കപ്പേരായിട്ട് ISRO ഒക്കെ ഇപ്പൊ വിശേഷിപ്പിക്കുന്ന ELINT എന്ന് പറയുന്ന ഇലക്ട്രോണിക്സിന്റെ, INT ഇന്റലിജൻസിന്റെ, ELINT സാറ്റലൈറ്റ്സ് എന്ന് പറയും. ആ മേഖല നമ്മളിപ്പോ അത്തരം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അനുവാദം സ്വകാര്യ മേഖലയ്ക്ക് കൂടി കൊടുത്തിരിക്കുകയാണ്. ഇത് സമൂഹ എന്നുള്ള പേരിൽ പലതരത്തിലുള്ള, അതായത് ഫോട്ടോ എടുക്കുന്ന, ഞാൻ മുമ്പേ പറഞ്ഞ ഓപ്റ്റിക്കൽ ക്യാമറകളുള്ളത്, അതുപോലെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉള്ളത്, അത്തരം ഉപഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഉപഗ്രഹങ്ങളും ചേരുന്ന ഒരു മേഖല, അതിൽ പറയുന്നത് സമൂഹ എന്നാണ്. ISRO ഇട്ടിരിക്കുന്ന ഒരു പേരാണ്. ഈ ചാര ഉപഗ്രഹങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പേരാണ് സമൂഹ. ആ സമൂഹ എന്ന ഒരു പദ്ധതി പ്രകാരം ELINT സാറ്റലൈറ്റ്സ് വിക്ഷേപിക്കാനുള്ള അവകാശം അത് സ്വകാര്യ മേഖലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്ക് ദൗർഭാഗ്യവശാൽ ഇതുവരെ, അതായത് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ ഒരേ ഒരു
ഇന്റലിജൻസ് ഈ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൈവശം. അത് EMI-SAT എന്ന അതിന്റെ പേര്. അത് 2019 ISRO തന്നെ വിക്ഷേപിച്ചതാണ്. നമ്മുടെ PSLV എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ഒരു ലോ എർത്ത് ഓർബിറ്റിലാണ് ഇത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 650 കിലോ ഭാരം വരുന്ന ഒരു ചെറിയ ഉപഗ്രഹമാണത്. ആ ഉപഗ്രഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഗ്യാതറിങ്ങിന് ആയിട്ട് നമ്മുടെ കൈവശമുള്ളത്. ഈ ഒരു ഒറ്റ ഉപഗ്രഹം കൊണ്ട് കാര്യം നടക്കില്ല. അതിനാലാണ് സ്വകാര്യ മേഖലയെ പങ്കാളിത്തം ഇതിൽ ക്ഷണിച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖല ഇവിടെ ഈ ഫോട്ടോകൾ അല്ലെങ്കിൽ ഇത്തരം ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ആർമിക്കും എയർഫോഴ്സിനും ഒക്കെ അത് വിൽക്കും. അതാണ് അവരുടെ ഒരു വരുമാനം. പിന്നെ സർക്കാരിന്റെ കൂടി അനുവാദത്തോടു കൂടി നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഇത്തരം ഇലക്ട്രോണിക് ഇന്റലിജൻസ് വിൽക്കാനുള്ള അനുവാദം ഉണ്ടാകും. പക്ഷെ അത് സർക്കാരിന്റെ നിയന്ത്രണം, സർക്കാർ ക്ലിയർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അത്തരം ഇൻഫർമേഷൻ അത് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുന്നത്. ഇതിന്റെ ഒരു ആവശ്യകത വളരെ നാളായിട്ട് നമുക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു സാറ്റലൈറ്റ് മാത്രമേ ഇപ്പൊ നമ്മുടെ ഉപയോഗത്തിലുള്ളൂ, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ളൂ. ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഇത്തരം ഇന്റലിജൻസ്, ഇലക്ട്രോണിക് ഇന്റലിജൻസിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റു പല രാജ്യങ്ങളെയും ആശ്രയിക്കുമായിരുന്നു. അപ്പൊ അവര് ചിലപ്പോൾ നമുക്ക് തന്നിരിക്കാം, ചില സാഹചര്യത്തിൽ ഇപ്പൊ അവർക്ക് തരാൻ തോന്നിയില്ലെന്നിരിക്കാം. കാരണം അവർക്ക് ഇപ്പൊ ഇന്ത്യയോട് ബന്ധമുള്ള അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടും ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അപകടപ്പെടുത്തുന്ന ഒരു ഇലക്ട്രോണിക് ഇൻഫർമേഷൻ നമുക്ക് പങ്കുവെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ അമേരിക്ക വിസമ്മത പ്രകടിപ്പിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 2009 മുംബൈ ഭീകരാക്രമണ കാലത്ത് അവര് നിരന്തരം അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ വഴി പാകിസ്ഥാനിലെ അവരുടെ ഹാൻഡിലേഴ്സ്, അതായത് അവരെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം, ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഇന്ത്യക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു ഉപഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ ലൊക്കേഷൻ നമുക്ക് സ്പോട്ട് ചെയ്യാമായിരുന്നു. കാരണം അവര് കടൽ വഴിയാണ് നമ്മുടെ തീരത്ത് ഇറങ്ങിയിട്ടാണ് മുംബൈയിലേക്ക് എത്തിയെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ കടലിൽ നിന്നും തീരത്തേക്ക് ഇവർ എത്തുന്ന വഴിക്ക് നിരന്തരം ഇവർ നടത്തിയിരുന്ന കമ്മ്യൂണിക്കേഷൻസ് അത് കണ്ടുപിടിക്കാനും ലൊക്കേറ്റ് ചെയ്യാനും നമുക്ക് കഴിയാതെ പോകും. പക്ഷെ ഇതുപോലെ ഒരു ഉപഗ്രഹം വന്നാൽ ഈ ഇലക്ട്രോണിക് സിഗ്നലുകൾ, അതിപ്പോ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചാലാവട്ടെ, അതല്ലെങ്കിൽ മറ്റ് വയർലെസ് പോലുള്ള ഏതെങ്കിലും റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളാവട്ടെ, മറ്റു രീതിയിലുള്ള മൊബൈൽ ഫോൺ ആകട്ടെ, എന്തായാലും ശരി ഈ ഉപഗ്രഹത്തിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ ബീക്കൺസ് ഓഫ് ചെയ്തിട്ടാൽ പോലും നിങ്ങൾ എവിടെയാണെന്ന് ഉപഗ്രഹത്തിന് ഒരിക്കൽ ഉപഗ്രഹം നിങ്ങളെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് ഈ വരുന്ന സോഴ്സ് എവിടെയാണെന്നും അതിന്റെ സോഴ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സോഴ്സിന്റെ വേഗത പോലും കണക്കാക്കപ്പെടും. മാത്രമല്ല ഇതൊരു നെറ്റ്വർക്ക് ഓഫ് സാറ്റലൈറ്റ്സ് ആയിരിക്കും. അതോടുകൂടി ഈ ഇന്റലിജൻസ് മറ്റൊരു സാറ്റലൈറ്റിൽ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോ നിങ്ങളുടെ ഉപകരണം ഒരിക്കൽ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളെ എപ്പോഴും വിവിധ സാറ്റലൈറ്റുകളുടെ ഒരു കൂട്ടായ്മ നിങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും ഈ രഹസ്യ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഇത് സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ ഒറ്റപ്പെട്ടു പോയി, അയാളുടെ ഹാൻഡ്സെറ്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും അയാളുടെ ലാസ്റ്റ് ലൊക്കേഷൻ വെച്ചിട്ട് ഈ സാറ്റലൈറ്റുകളുടെ കൂട്ടായ്മ ഈ മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്യും. അതായത് പ്രകൃതിക്ഷോഭം വരുന്ന സമയത്താകട്ടെ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ കടലിൽ കടലിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലാകട്ടെ, മത്സ്യത്തൊഴിലാളികൾ തന്നെ ആവണമെന്നില്ല, മറ്റു രീതിയിൽ ഏതെങ്കിലും ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാലാകട്ടെ, നമ്മുടെ കപ്പൽ ആവണമെന്നില്ല. സാധാരണ ഇപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അറേബ്യൻ കടൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ എല്ലാ ഭാഗത്തും പലപ്പോഴും കപ്പൽ അപകടങ്ങൾ സാധാരണമാണ്. കാരണം കപ്പലിന്റെ ട്രാഫിക് അത്രമാത്രം ഉണ്ട്. നിരവധി കപ്പലുകളാണ് ഓരോ ദിവസവും, നൂറുകണക്കിന് കപ്പലുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് കപ്പൽ
ഇതിലിപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ അന്തർവാഹിനികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ പാകിസ്ഥാൻ്റെ ഒരു അന്തർവാഹിനി സാന്നിധ്യം ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സെറ്റിംഗ്സ് ഇതിലുണ്ടോ? അല്ല, അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഉപഗ്രഹങ്ങൾ മാത്രമല്ല, നമുക്ക് P8 എന്ന് പറയുന്ന പൊസൈഡൺ എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട്, P8. ആ P8 ആന്റി സബ്മറൈൻ വാർഫെയറിന് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കൈവശം നിരവധി P8 വിമാനങ്ങളുണ്ട്. ഈ സോണാർ എന്ന് പറയുന്ന ഉപകരണങ്ങളുടെ സാന്നിധ്യം, ഉപകരണത്തോടുകൂടി നമ്മൾ അന്തർവാഹിനികളുടെ സാന്നിധ്യം, അതിന്റെ തരംഗങ്ങൾ അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, റഡാർ വഴി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമുദ്ര തീരത്തുള്ള ഒരു വലിയ റഡാർ നെറ്റ്വർക്ക് ഉണ്ട്. ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന റഡാർ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ മാത്രമല്ല സെൻസറുകളും. ഇപ്പൊ ഉദാഹരണത്തിന് ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ് ആകട്ടെ, അതല്ലെങ്കിൽ വീലർ ഐലൻഡ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ മിസൈൽ പരീക്ഷണമൊക്കെ നടത്തുന്ന APJ അബ്ദുൽ കലാം ഐലൻഡ് ഒഡീഷയുടെ തീരത്താണ്, ബംഗാൾ ഉൾക്കടലില്. ഇന്ത്യയുടെ എല്ലാ ആളില്ലാ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഈ സെൻസർ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള മുഴുവൻ ഇൻഫർമേഷനും ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യുകയും ആ ഫീഡ് ചെയ്യുന്ന അവിടെ നിന്നാണ് ഇത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് അന്തർവാഹിനികളുണ്ട്. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാന്റെ ഈ അന്തർവാഹിനി നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാന് ഈ ചൈനയിൽ നിന്ന് ലഭിച്ച ഒരു അന്തർവാഹിനി ഇപ്പോ ബംഗാൾ ഉൾക്കടലിലേക്ക് വരെ അവര് എത്തിയത്. അവരുടെ അന്തർവാഹിനിക്ക് ബംഗാൾ ഉൾക്കടലിൽ എത്തുന്നതിൽ നിരോധനമൊന്നുമില്ല. കാരണം അന്താരാഷ്ട്ര കപ്പൽച്ചാലുണ്ട് ബംഗാൾ ഉൾക്കടലില്. ബംഗാൾ എന്നുള്ള പേരുണ്ടെങ്കിലും നമ്മുടെ മാത്രമല്ല, ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് പുറത്ത് അമേരിക്കയുടെ കപ്പലുകൾ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. ചൈനീസ് കപ്പലുകൾ റിസർച്ച് വെസൽ എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ ചുറ്റും കറങ്ങുന്നുണ്ട്. ഇതൊക്കെ തന്നെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഒരു സമാധാന കാലത്ത് മറ്റൊരു രാജ്യത്തിന്റെ അന്തർവാഹിനി അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ നീങ്ങുന്നതിനെ നമുക്ക് നിയമപരമായിട്ട് എതിർക്കാനോ തടയാനോ ഒന്നുമുള്ള അവകാശമില്ല. അവർ വന്നിട്ട് പോട്ടെ, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യട്ടെ. നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്ന നിമിഷം തൊട്ട് തന്നെ നമ്മൾ അവരുടെ സിഗ്നലുകൾ ജാം ചെയ്യുകയും അതുപോലെ അവരെ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുകയും, പലപ്പോഴും ഇന്ത്യയുടെ ഒരു അന്തർവാഹിനി അതിന്റെ പുറകെ തന്നെ കാണും ഒരു നിശ്ചിത ദൂരത്തിൽ. അത് പലപ്പോഴും എന്തെങ്കിലും അവര് സാഹസത്തിന് മുതിർന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു റഡാർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ ഒരു പൊസൈഡോൺ വിമാനത്തിൽ നിന്നോ അതല്ലെങ്കിൽ ഈ ആന്റി സബ്മറൈൻ വാർഫെയർ നടത്തുന്ന MH-60 ഹെലികോപ്റ്ററുകളും ഇന്ത്യക്കുണ്ട്, നിരവധിയുണ്ട്. അപ്പൊ ഇത്തരം ഹെലികോപ്റ്റർ MH-60 റോമിയോ എന്ന് പറയുന്ന ഇത്തരം ഹെലികോപ്റ്ററുകളിൽ നിന്ന് ഒരു മിസൈലാണ് വായിക്കുന്നത്. ഒരു മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്തർവാഹിനിയെ തകർക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വേറൊരു മേഖലയാണ്. ഇപ്പോ ഫൗസ് ചോദിച്ചത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ളത് മറ്റു രീതിയിൽ നമുക്ക് അന്തർവാഹിനികളെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. കാരണം അന്തർവാഹിനികളിൽ നിന്നും ചൂടുണ്ടാവും, അതിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ചൂടുണ്ടാവും. അങ്ങനെ ഇൻഫ്രാറെഡ് സീക്കേഴ്സ് വഴി ഓൾറെഡി തന്നെ അതിനെ കണ്ടെത്തിയിരിക്കും. ഇത് അത്ര വലിയ, അതുപോലെ തന്നെ അന്തർവാഹിനികൾ അക്യൂസ്റ്റിക് സിഗ്നേച്ചർ എന്ന് പറയും. അതായത് ഈ അന്തർവാഹിനികളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഈ ചെറിയ കുമിളകൾ ഉണ്ടാകും വെള്ളത്തിൽ. ആ കുമിള പൊട്ടുന്ന സൗണ്ട് പോലും തിരിച്ചറിയപ്പെടും. അപ്പോ ഇതൊന്നും ഇല്ലാതാകണമെങ്കിൽ ഇത്തരം ഒരു രീതിയിലും ഞാൻ പറയുന്നില്ല, ഏറ്റവും കുറവ് പിടിക്കാൻ സാധ്യത ഉണ്ടാവണമെങ്കിൽ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയാണ്. കാരണം അതിന് 1 വർഷം വേണമെങ്കിലും സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കാം, എവിടെയെങ്കിലും പോയി കിടക്കാം. പക്ഷെ ഇപ്പൊ ഈ പാകിസ്ഥാന്റെ കൈവശമുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു, ഏത് ക്ലാസ്സിലാണ്, ഹാങ്നോർ ക്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാങ്നോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ആ ഹാങ്നോർ ക്ലാസ്സിലൊക്കെ പെടുന്ന അന്തർവാഹിനികള് അതിന് 2 ആഴ്ച പരമാവധി മുങ്ങിക്കിടക്കുക. അതിന് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉണ്ടെങ്കിൽ കൂടി അത് സർഫസിൽ വന്നിട്ട് വായു വലിച്ചെടുക്കേണ്ടത്. ഇപ്പൊ സാധാരണ AIP ഇല്ലാത്ത അന്തർവാഹിനിയാണെങ്കിൽ ദിവസങ്ങൾ മാത്രമേ മുങ്ങിക്കിടക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു 2 ആഴ്ച, പാകിസ്ഥാൻ അന്തർവാഹിനിക്ക് AIP ഫിറ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് 2 ആഴ്ച കിടക്കാം. പക്ഷെ ഈ 2 ആഴ്ച കഴിയുമ്പോൾ ഇത് സർഫസിൽ പൊങ്ങി വരും. അപ്പൊ തന്നെ ഉപഗ്രഹം ഫോട്ടോ ഇടും.
അക്വസ്റ്റിക്സുമായിട്ട് ഇതിന് ബന്ധമില്ല. പിന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് വേറൊരു തരത്തിലുള്ള സംഭവമാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ, അതായത് റേഡിയോ, മൊബൈൽ ആവട്ടെ, മറ്റു രീതിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കുന്ന, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വേവ്സ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഉപകരണമാവട്ടെ പ്രവർത്തിപ്പിച്ചാൽ ആ നിമിഷം തന്നെ അതിന്റെ ലൊക്കേഷനും അതിന്റെ സവിശേഷതകളും മനസ്സിലാക്കുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ELINT എന്ന് പറയുന്ന ഉപഗ്രഹ വിഭാഗം. ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് കുറച്ചൊന്ന് വഴിതിരിഞ്ഞു പോയി. ഇന്ത്യയിലെ ഈ സ്വകാര്യ കമ്പനികൾ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഉലൂക എന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ അവരുടെ ഒരു ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഉപഗ്രഹം വിക്ഷേപിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് സ്പേസിന്റെ ആയിട്ട് ബന്ധപ്പെട്ട. അവിടെ അവരുടെ സ്റ്റോളുണ്ട്. അവര് നിർണായകമായ ഇത്തരം വിവരങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. അത് വായിച്ചിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഒരു വിശകലനം നടത്തുന്നത്. അപ്പോ അവര് ഈ മേഖലയിൽ വളരെ മുന്നോട്ട് പോകും. ഉലൂകം എന്ന് പറഞ്ഞാല്, ഉലൂകം എന്ന സംസ്കൃത വാക്കാണ്. ഉലൂകം എന്നാൽ മൂങ്ങ എന്നാണ് അർത്ഥം. ആ ഉലൂക്ക് സാറ്റലൈറ്റ്സ് അവര് പിന്നെ ഭൂമിയിലെ അടുത്തുള്ള നിയർ എർത്ത്, ലോ എർത്ത് ഓർബിറ്റിലേക്ക് അവരുടെ ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മറ്റ് 2 സ്വകാര്യ കമ്പനികൾ കൂടി ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അവരുടെ ഉപഗ്രഹങ്ങളും നിർമ്മാണത്തിലിരിക്കുകയാണ്. ഒരു കമ്പനിയുടെ പേര് XBL-INX എന്ന കമ്പനിയാണ്. അവര് സ്വന്തമായിട്ട് സിഗ്നലുകൾ സ്വീകരിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കമ്പനി അനന്ത് സർവൈലൻസ് എന്ന ഒരു കമ്പനിയാണ്. അനന്ത് സർവൈലൻസും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് ISRO ഈ ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഗ്യാതറിംഗ് സാറ്റലൈറ്റ്സിനെ ആ മേഖല സ്വകാര്യ മേഖലയ്ക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഈ 3 കമ്പനികളും, ഉലൂഗ്, XBL-INX, അതുപോലെ അനന്ത് സർവൈലൻസ്, ഈ 3 കമ്പനികളും അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും ഇന്റലിജൻസ് ഗ്യാതറിങ്ങിനായിട്ടുള്ള സംവിധാനങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതില് ഉലൂഗ സാറ്റലൈറ്റ്സ് അവരെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ വാർത്ത മനസ്സിലാക്കുന്നത്. അതിന്റെ ഉപഗ്രഹത്തിന്റെ അന്തിമ ടെസ്റ്റിങ്ങും അതുപോലെ മറ്റ് കാര്യങ്ങളും സാങ്കേതിക പെർഫെക്ഷനും ഒക്കെ ആയ 100% അവർ ഉറപ്പുവരുത്തിയതിനു ശേഷം വിക്ഷേപണ തീയതി പ്രഖ്യാപിക്കും. ഏത് വിക്ഷേപണ വാഹനമാണ് അവർ ഉപയോഗിക്കുക, ഇന്ത്യയിൽ നിന്ന് തന്നെയാണോ അതോ മറ്റു രാജ്യങ്ങളിൽ നിന്നാണോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എന്തായാലും ശരി, വലിയൊരു മുന്നേറ്റം ഈ മേഖലയിൽ നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ISROയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റുകളുടെ ഒരു നിര തന്നെ, ഒരു കോൺസ്റ്റലേഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും നമുക്കെതിരെ നടക്കുന്ന ഏറ്റവും ചെറിയ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, അത് യുദ്ധരംഗത്ത് മാത്രമല്ല, അത് തീവ്രവാദ ആക്രമണങ്ങളെ നേരിടുന്ന കാര്യത്തിലായാലും പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ കടലിൽ നാവികരുടെ സുരക്ഷിതത്വം, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും ഇത്തരം ഉപഗ്രഹങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കും വരുന്ന ദിവസങ്ങളിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.